മിറാഷ് ആസിഫലി ജിത്ത് ജോസഫ് കൂട്ടുകെട്ടിലെ ഒരു പുതിയ സിനിമ ഇന്ന് തിയേറ്ററുകളിലെത്തി. കൂമന് ശേഷം അവരൊന്നിക്കുന്ന രണ്ടാമത്തെ സിനിമയാണിത്. ഈ സിനിമയുടെ അനൗൺസ്മെന്റ് മുതൽ തന്നെ ഈ പടം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കൂമന് ശേഷം അവരൊന്നിക്കുന്ന രണ്ടാമത്തെ സിനിമ എന്ന നിലയിലും പിന്നെ ജിത്തു ജോസഫ് പുള്ളി എൻ്റെ ഫേവറേറ്റ് ഡയറക്ടറാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമകൾ അദ്ദേഹം തന്നിട്ടുണ്ട്. ലാസ്റ്റ് പടം നുണക്കുഴി അവരാതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ആ ഒരൊറ്റ പടം വെച്ചിട്ട് നമ്മൾ പുള്ളീനെ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് കൂമന് ശേഷം വന്ന ഒന്നിക്കുന്ന സിനിമ എന്നുള്ള രീതിയിൽ ഈ പടം ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ ആസിഫലിയാണ് നായകൻ. അതുപോലെ തന്നെ അപർണ ബാലമുരളി, ഹക്കീം, പിന്നെ കുറച്ച് തമിഴന്മാർ പരിപാടികളൊക്കെ ആയിട്ടാണ് സിനിമ പോകുന്നത്. ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒരു ജിത്തു ജോസഫ് പടം പ്രതീക്ഷിച്ചു പോയ എനിക്ക് നിരാശയായിരുന്നു ഈ സിനിമ. ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയാലോ, എനിക്കൊട്ടും ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ആയാലും ക്യാരക്ടേഴ്സ് ആയാലും ഒന്നും എനിക്ക് കൺവിൻസിങ് ആയിരുന്നില്ല. ഇത് തമിഴ്നാട് ബേസ് ചെയ്താണ് ഈ പടം നടക്കുന്നത്. കോയമ്പത്തൂരാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. സ്റ്റാർട്ടിങ് തന്നെ ആസിഫ് അലിയുടെ ഇൻട്രോ തൊട്ട് തമിഴാണ് ആസിഫ് അലി സംസാരിക്കുന്നത്. ആസിഫ് ആദ്യത്തെ 2 സീനിലങ്ങടെ ആസിഫ് അലി തമിഴിലാണ് സംസാരിക്കുന്നത്. നമ്മൾ പോലും വിചാരിച്ചു പോയി തമിഴ് പടമാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. കാരണം ആസിഫ് അലിയൊക്കെ ഒരു പടത്തിൽ ഇങ്ങനെ തമിഴ് പറയണത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ അങ്ങനെ കണ്ടിട്ടില്ല. ആസിഫ് അലിക്ക് ഇതുപോലെ തമിഴ് പറയണത്. അപ്പോൾ തമിഴ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അപർണ ബാല ആസിഫ് അലി ഒരു ഓൺലൈൻ മീഡിയ റിപ്പോർട്ടറാണ്. പുള്ളി ഓൺലൈൻ ചാനലൊക്കെ മീഡിയ നടത്തുന്ന ഒരാളാണ്. അപർണ ബാലമുരളി അവിടെ കോയമ്പത്തൂരിൻ്റെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യണു. അവളുടെ കൂട്ടുകാരായിട്ട് നമ്മുടെ കൂമനിലെ നായികയിൽ പേരെനിക്കറിയില്ല, അവളും ഇവർ രണ്ടുപേരും ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവർ കോയമ്പത്തൂർ ഓഫീസിൽ വർക്ക് ചെയ്യണം. അപ്പോൾ അവിടെ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളിലൂടെയാണ് ഈ സിനിമയുടെ കഥ പോണത്. ഫസ്റ്റ് ഹാഫിലോട്ട് വരുമ്പോൾ എന്താ പറയുക, ഭയങ്കര സ്ലോ ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. പ്രത്യേകിച്ച് ഒരു ഹൈ മൊമെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഫസ്റ്റ് ഹാഫിലില്ല. പ്രത്യേകിച്ച് ഒന്നും തന്നെ എടുത്തു പറയാനില്ലാത്തൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ഈ സിനിമയുടെ. അപ്പോൾ ഇൻട്രോയിലെ പിന്നെ ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഹാഫ് ഒന്ന് ഹൈ ആവും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് കിടന്നപ്പോഴും എനിക്ക് പ്രത്യേകിച്ചൊരു നിർവികാര ഫീലായിരുന്നു സത്യം പറഞ്ഞാൽ. ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് ലാഗില്ലെന്നേ ഉള്ളൂ, വലിയ ലാഗൊന്നുമില്ല, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷെ നമുക്കൊരു ഇമ്പാക്റ്റോ കാര്യങ്ങളൊന്നും ഈ സിനിമ തരുന്നില്ല. ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു അവസാനത്തെ 20 മിനിറ്റ് ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പോൾ അവസാനത്തെ 20 മിനിറ്റിലേക്ക് വരുമ്പോൾ ഭീകരമായിട്ടുള്ള കത്തിക്കലൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഒട്ടും കൺവിൻസിങ് ആയിരുന്നില്ല. ഇതിൻ്റെ ക്ലൈമാക്സിലൊരു ഭീകര ട്വിസ്റ്റൊക്കെ ഉണ്ട് ഇതിൻ്റെ ക്ലൈമാക്സിൽ. അത് നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ പക്ഷേ ആ ട്വിസ്റ്റ് സംഗതി ട്വിസ്റ്റ് പ്രഡിക്റ്റബിൾ ആയിരുന്നില്ല കേട്ടോ. അത് ട്വിസ്റ്റ് ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ ട്വിസ്റ്റോ അല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ മറ്റ് സൈഡുകളൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഒരു കൺവിൻസിങ് പരിപാടികളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ മെയിൻ റീസൺ. എനിക്കെന്തായാലും സിനിമ നിരാശയായിരുന്നു. ഞാൻ എക്സ്പെക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നല്ല പറയണം. പക്ഷെ ഒരു ജിത്തു ജോസഫ് പടം കാണാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരു പ്രതീക്ഷ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു സിനിമയുണ്ടല്ലോ, അതെനിക്കിവിടെ ഏറെക്കുറെ ഒപ്പിച്ചെടുക്കാൻ നോക്കിയെങ്കിൽ പോലും എനിക്കെന്തോ അത്ര വർക്കായില്ല സിനിമ. എനിക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ തന്നത്, ബിലോ ആവറേജ്. പിന്നെ നമ്മുടെ ഹക്കീം, പ്രണയവിലാസത്തിലെ ഹക്കീമിനെ ഒരുപാട് സിനിമകൾ അഭിനയിക്കുന്നുണ്ട്. പുള്ളി ഈ പടത്തിൻ്റെ അകത്തുണ്ട്. പുള്ളിനൊരു വില്ലൻ ഒരു ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡാക്കാൻ നോക്കിയെങ്കിൽ പോലും എനിക്കത് അങ്ങനെ ഫീൽ ചെയ്തില്ല. പല സീനുകളും ഭയങ്കര കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കെന്നല്ല പലർക്കും, തിയേറ്ററിനകത്ത് പലരും ചിരിക്കായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസിലെ അർജുൻ, കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന അർജുൻ ഈ സിനിമയ്ക്കകത്തൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. ചെറുതല്ല, അത്യാവശ്യം റോളുണ്ട് പുള്ളിക്ക്. പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം പുള്ളി ആദ്യമായിട്ടാണ് തോന്നുന്നു സിനിമയിൽ അഭിനയിക്കുന്നത്. പക്ഷെ അത് പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ അർജുൻ, ആസിഫ് അലി, അപർണ, പിന്നെ നമ്മുടെ കൂമനിലെ നടി, ഇവർ 4 പേര് ഒരുമിച്ചിരിക്കുന്ന ഒരു സീനുണ്ട്. ഒരു ഹോട്ടലിൽ കോഫി ഒരു ഡിസ്കഷനാണ്, ഇതിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി സംസാരിക്കുന്ന ഒരു സീനാണ്. ആ സീനൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു. തിയേറ്ററിൽ എല്ലാവരും ചിരിക്കായിരുന്നു. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. മൊത്തത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം തീർത്തും നിരാശയായിരുന്നു സിനിമ. എനിക്കൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരെന്തായാലും കണ്ടു നോക്കുക.